സമയമിതാ അണയാം ബലിവേദി നുകരാം തിരുമൊഴികൾ ഒരു മനമായർപ്പിക്കാം ഈ ദിവ്യബലി. അണയോ പ്രിയ സുതരേ, ഉണരൂ പ്രിയ ജനമേ. അണയോ പ്രിയ സുതരേ, ഉണരൂ പ്രിയ ജനമേ. സമയം ആഗതമാ നാഥനെ വരവേൽക്കാം. സമയം ആഗതമാ നാഥനെ വരവേൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്. ഫരിസേയരും നിയമജ്ഞരുമൊക്കെ ഉപവസിക്കുന്നുണ്ട്, നിന്റെ ശിഷ്യഗണം എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല എന്ന്. യേശുനാഥൻ വ്യക്തമായ ഉത്തരം നൽകുന്നത് നാം വായിച്ചു കേൾക്കുന്നു. മണവാളൻ കൂടെയുള്ളപ്പോൾ ബന്ധുജനങ്ങൾ ദുഃഖം ആചരിക്കുന്നില്ല, ഉപവസിക്കുന്നില്ല. എന്നാൽ മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അപ്പോൾ ഉപവസിക്കും, പ്രാർത്ഥിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, കോവിഡ് കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ഉപവാസവുമൊക്കെ വേണ്ട ദിനങ്ങളാണ്. ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ ഒന്നായി തീരുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്കും അപേക്ഷിക്കാം, നമ്മെയും ലോകത്തെ മുഴുവനെയും ബാധിച്ചിരിക്കുന്ന ഈ മാരകമായ വിപത്ത് എടുത്തു മാറ്റണമെന്ന് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. നമുക്ക് പരിശുദ്ധമ്മ വഴി നമ്മളുടെ എല്ലാ നിയോഗങ്ങളും കാരുണ്യവാനായ ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ ഈ ദിവ്യബലിയിൽ നമുക്ക് പങ്കുകൊള്ളാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ രക്ഷകനായ അങ്ങേ തിരുക്കുമാരൻ്റെ മാതാവായി തീരുവാൻ പരിശുദ്ധ കന്യകയെ സ്ത്രീകളിൽ നിന്ന് അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ.
ആ അമ്മയുടെ പരിശുദ്ധ നാമം വണങ്ങുന്ന ഞങ്ങൾ ഈ കാലയളവിലെ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അവിടുന്ന് ഈ അപേക്ഷ കേട്ടരുളയണമേ. ആമേൻ. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. അപ്പോൾ ഏദോമിൽ അവശേഷിക്കുന്നവരെയും എൻ്റെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജനതകളെയും അവർ കൈവശമാക്കും. ഇത് ചെയ്യുന്ന കർത്താവാണ് അരുൾ ചെയ്യുന്നത്. കർത്താവ് അരുൾ ചെയ്യുന്നു: ആ ദിനങ്ങൾ ആസന്നമായി. അന്ന് ഉഴവുകാരൻ കൊയ്ത്തുകാരനെയും മുന്തിരി മെതിക്കുന്നവൻ വിതക്കാരനെയും പിന്നിലാക്കും. പർവ്വതങ്ങൾ പുതുവിഞ്ഞ് പൊഴിക്കും, മലകളിൽ അത് കവിഞ്ഞൊഴുകും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞുകുടിക്കും. അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലം ആസ്വദിക്കും. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും. ആരും അവരെ പിഴുതെറിയുകയില്ല. ദൈവമായ കർത്താവാണ് അരുൾ ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവായ ദൈവം തൻ്റെ ജനത്തിന് സമാധാനം അരുളും. കർത്താവായ ദൈവം തൻ്റെ ജനത്തിന് സമാധാനം അരുളും. സമാധാനം നൽകും. കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. കർത്താവായ ദൈവം തൻ്റെ ജനത്തിന് സമാധാനമരുളും. കാരുണ്യവും വിശ്വസ്തയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തുനിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവായ ദൈവം തൻ്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കർത്താവായ ദൈവം തൻ്റെ ജനത്തിന് സമാധാനമരുളും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു: എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 14 മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു: ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് അരുളി ചെയ്തു: മണവാളൻ കൂടെയുള്ളപ്പോൾ ബന്ധുജനങ്ങൾക്ക് ദുഃഖം ആചരിക്കുവാൻ ആകുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടമാവുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
സ്നേഹാർപ്പണം ആത്മാർപ്പണം കാൽവരി ബലിയുടെ അനുസ്മരണം. സ്നേഹാർപ്പണം ആത്മാർപ്പണം കാൽവരി ബലിയുടെ അനുസ്മരണം. പൂജാർപ്പണം ജീവാർപ്പണം ദൈവപിതാവിൻ ബലിയർപ്പണം. ഈ ബലിവേദിയിൽ ഒന്നുചേരാം, ഈ സ്നേഹപൂജയിൽ പങ്കുചേരാം. സ്നേഹപിതാവിന്റെ തിരുസന്നിധിയിൽ ജീവിതം കാഴ്ച നൽകാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി കാരുണ്യവാനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കരുണാനിധിയായ പിതാവേ, ഞങ്ങൾ കാഴ്ചവയ്ക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച വസ്തുക്കൾ സ്വീകരിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ കന്യകയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേ തിരുക്കുമാരനായ യേശുനാഥനോട് നിരന്തരം ചേർന്ന് നിൽക്കുവാൻ അനുവദിക്കണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. സകല വിശുദ്ധരുടെ സ്തുതിപ്പിൽ പങ്കുകൊണ്ട് വിസ്മയാവഹമായ അങ്ങയെ സ്തുതിക്കുകയും സർവോപരി പരിശുദ്ധ കന്യകയുടെ സ്മരണ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം സ്തുതിക്കുകയും ചെയ്യുന്നത് ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ തിരുക്കുമാരനും ഞങ്ങളുടെ കർത്താവുമായ യേശുനാഥനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസകലം അങ്ങ് മഹത്തായ കാര്യങ്ങൾ ചെയ്യുകയും അങ്ങേ കാരുണ്യത്തിൻ്റെ സമൃദ്ധി യുഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ഒന്നിച്ച് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ണലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറ്റുവാൻ കനിയണമേ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട്
സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ഭാഗിച്ച് തൻ്റെ ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി തൻ്റെ ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും യോഗ്യരാക്കിയതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നാക്കി മാറ്റണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ സ്മരിക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപതയുടെ അധ്യക്ഷനായ ജോസഫ് മെത്രാപൊലീത്തായോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് സ്മരിക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകയോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ സന്തോഷിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും അങ്ങേ തിരുക്കുമാരനായ യേശുനാഥൻ വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കിപ്പോൾ ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ താരാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ
കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുനാഥൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി നേടി ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുനാഥ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടിട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടെ കിഴുന്നള്ളാൻ അതിൽ കൂടിക്കൊള്ളാൻ ആത്മനാഥനീശു വരേണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്കാരിയുണ്ട്. അവിടെ എഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശു വരേണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നിത്യനുമായ ദൈവമേ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്മരണ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യ ഭോജനം ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ അപേക്ഷ കേട്ടിട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. കാരുണ്യവാനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുനാഥൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.